വയനാട് ജില്ലയിൽ മേപ്പാടി ചൂരൽമല ദുരന്തബാധിതരായവരുടെ വായ്പാ കുടിശ്ശികകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. 565 ഗുണഭോക്താക്കൾക്കായി 1620 വായ്പകളിലായി 18,75,69,037 രൂപയാണ് നിലവിൽ കുടിശ്ശികയായിട്ടുള്ളത്. ഈ ബാധ്യത മുഴുവനായി സർക്കാർ ഏറ്റെടുക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് പുതിയ അതിവേഗ റെയിൽവേ പാത നിർമ്മിക്കാനും തത്വത്തിൽ ധാരണയായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നടപ്പാക്കാനാണ് തീരുമാനം. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെയാണ് വേഗം. ഡാൻ കുര്യൻ ഇതിന്റെ വിവരങ്ങൾ നൽകും. ഡാൻ, നിർണായകമായിട്ട് തീരുമാനങ്ങളാണല്ലോ വരുന്നത്. പ്രത്യേകിച്ചും വയനാട് ദുരിതബാധിതർക്കുള്ള വായ്പ എഴുതി തള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അതിവേഗ റെയിൽ. ചൂരൽമലയിലെ ദുരന്തബാധിതരെ സംബന്ധിച്ച ഏറ്റവും ആശ്വാസകരമായ ഒരു തീരുമാനം. ഒരുപക്ഷെ ഈ ദുരന്തം ഉണ്ടായ സമയം മുതൽ അതിന് പിന്നാലെ മുതൽ അവരെ ഏറ്റവും ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ വായ്പകൾ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന കാര്യം. അതിലാണ് കൃത്യമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തലേ ദിവസമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനം എടുത്തത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ ഇത് സമാനതകളില്ലാത്ത ഒരു ദുരന്തം ആയതിനാൽ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെച്ചിരുന്നെങ്കിലും അതിലെ ചില ഭേദഗതികൾ വന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വായ്പകൾ എഴുതിത്തള്ളുന്നതിനൊരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏതാണ്ട് 555 കുടുംബങ്ങളിലെ 1620 വായ്പകൾ എഴുതിത്തള്ളുക എന്നൊരു തീരുമാനത്തിലേക്ക്, അതായത് ആ വായ്പകൾ ഏറ്റെടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 18,75,69,037 രൂപ 90 പൈസ ആണ് ഈ സർക്കാർ ഏറ്റെടുക്കുന്ന വായ്പാ തുക. ഇത് വയനാട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക്, ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് കൈമാറിയ ശേഷം വയനാട് ജില്ലാ കളക്ടർ ആയിരിക്കും അതത് ബാങ്കുകൾക്ക്, ഈ വായ്പകൾ എടുത്തിരിക്കുന്ന ബാങ്കുകൾക്ക് ഈ തുക കൈമാറുക. ഒരുപക്ഷെ ഈ തുക കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മൊറട്ടോറിയമായും പിന്നീട് പരിശീലനത്തിലും ഒക്കെ വന്ന തുകകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബാധ്യത മുഴുവനായി ഏറ്റെടുക്കുന്നതിലൂടെ ദുരന്തബാധിതർക്ക് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.